ശരിക്കും നീ ആരാ? ഇത് പഴയ നീ തന്നെയാണോ? എനിക്കെപ്പോഴും തോന്നും ഈ മുഖത്തൊരു ജീവനില്ലാന്ന്. ഞാൻ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും ശൂന്യാണ്. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇങ്ങനെ ഇവിടെ ഉള്ളപ്പോ ഏട്ടത്തി ഒറ്റയ്ക്കാവേണ്ട കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും ഏട്ടത്തിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ എളുപ്പത്തിലൊന്നും ഞാൻ ഏട്ടത്തി വിട്ടു പോയില്ല. റിയ, സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴാ സമാധാനം കിട്ടിയത്. എന്റെ മോളെ, ഇതെന്തൊക്കെയാ എടുത്തു വെക്കുന്നേ? ഇതൊന്നും ഇഷ്ടാവത്തില്ല കേട്ടോ. അല്ലമ്മേ, ഇതൊക്കെ ഹെൽത്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ അമ്മയും മോളും തമ്മിലുള്ള തല്ലുകൊടുത്താൻ കഴിഞ്ഞെങ്കിൽ ആ ടിഫിൻ ഒന്ന് തരാമോ? എനിക്ക് ലേറ്റ് ആവുന്നു. എന്റെ മോനെ, ഈ മോള് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ തരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആരോഗ്യം ഉണ്ടാവില്ലെന്ന്. അതെ, താൻ ഈ തരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും വെക്കണ്ട. അമ്മ, ആ റിയ എവിടെ നോക്കിയേ? ഞാനിപ്പോ ലേറ്റ് ആയി. ഞാൻ പോയി നോക്കട്ടെ. അതെ, ഇന്നത് മേടിച്ചോണ്ട് വരുമോ? കുറെ ദിവസമായില്ലേ. എന്തുവാ അങ്ങനെ പറയുന്നേ? അത് പിന്നെ എന്താ വേണ്ടത് തുറന്നു പറയാൻ? കോണ്ടം. എന്താ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്താ മോനെ? ഒന്നുമില്ലമ്മ, എന്തോ വാങ്ങുന്ന കാര്യം പറഞ്ഞ. എന്ത് മേടിക്കാന്? എന്നോട് പറ മോളെ, ഞാൻ മേടിച്ചോണ്ട് വരാം. ഇല്ലമ്മ, അത് കുഴപ്പമില്ല. ശരി. ഗുഡ് മോർണിംഗ് ഏട്ടാ, ഞാൻ എത്തി. റിയ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ ഗുഡ് മോർണിംഗ് അല്ല നമസ്കാരം പറയണം. ചേട്ടാ, ഇപ്പൊ ലേറ്റ് ആവുന്നില്ലേ? നടക്ക്. അമ്മ, ഞാൻ പോയിട്ട് വരാവേ. ശരി അമ്മേ, ഞാൻ ഇറങ്ങാണേ. നിങ്ങൾ ഇനി ഇതൊക്കെ എന്നാ മനസ്സിലാക്കുക? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവസാനമായിട്ട് നിങ്ങൾ എന്നെ എപ്പോഴാ തൊട്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. പോരാഞ്ഞിട്ടാണ് ഈ അമ്മായിയമ്മ. എല്ലാം അവരുടെ ഇഷ്ടത്തിന് തന്നെ നടക്കണം. ഞാനിത് ആരോടാ പറയണ്ടേ, എങ്ങോട്ടാ പോണ്ടേ ഒന്നും അറിയില്ല. അയ്യോ, നീ എന്തിനാ മോളെ എന്റെ കാലിൽ വീഴുന്നേ? ഏട്ടത്തി, ഹാപ്പി ബർത്ത്ഡേ. ഏട്ടത്തിക്ക് ഓർമ്മയുണ്ടായിരുന്നോ? പിന്നല്ലാതെ, നിന്റെ ബർത്ത്ഡേ അങ്ങനെ മറക്കാൻ പറ്റുമോ? വേറെ ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല. ഏട്ടത്തി, വരുന്നേട്ടാ. ഏട്ടത്തി, എന്റെ ഗിഫ്റ്റ് വൈകിട്ട് തരാം. ഭക്ഷണം എടുക്കാൻ മറക്കല്ലേ. ഓക്കേ, ബൈ ഏട്ടത്തി. ബൈ. ശരിക്കും നീ ആരാ? ഇത് പഴയ നീ തന്നെയാണോ? എനിക്കെപ്പോഴും തോന്നും ഈ മുഖത്തൊരു ജീവനില്ലാന്ന്. ഞാൻ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും ശൂന്യാണ്. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇങ്ങനെ ഇവിടെ ഉള്ളപ്പോ ഏട്ടത്തി ഒറ്റയ്ക്കാവേണ്ട കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും ഏട്ടത്തിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ എളുപ്പത്തിലൊന്നും ഞാൻ ഏട്ടത്തി വിട്ടു പോയില്ല. റിയ, സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴാ സമാധാനം കിട്ടിയത്. മോളെ, ദേ വരുന്നമ്മേ.
റിയ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡ്രസ് ഇട്ടിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ഏട്ടത്തി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ റിയ. റിയ മോളെ, പാല് കുടിക്ക്. താങ്ക് യു ഏട്ടത്തി. ഇതാ ചേട്ടാ പാല്. ചേട്ടാ, ചേട്ടാ, റിയ, അമ്മേ, റിയ നീ ഇത് എവിടെയാ? വേഗം വന്നേ. ഇതാ ഫുഡ്. റിയ എവിടെ? ആ, ഉറങ്ങായിരിക്കും. ഉറങ്ങുന്നോ? ഇപ്പോഴോ? ആ, അത് ക്ഷീണം കാണും, ചിലപ്പോ പോകുന്നുണ്ടാവില്ല. അപ്പൊ അമ്മയോ? അമ്മയോടെന്ന് അറിയില്ല, പക്ഷെ റിയ ഉറങ്ങുവാ. ശരിയെന്നാ, ഞാൻ ഇറങ്ങാണ്. ആ. അവരോട് പറഞ്ഞാ മതി. ശരി. ഉഫ്. അതെ റിയ, നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ ഏട്ടത്തിന്റെ അടുത്തേക്ക് വരാൻ പോവായിരുന്നു. എന്റെ ദേഹം മുഴുവനും വല്ലാതെ വേദനിക്കുന്നുണ്ട്. എവിടെയാ നിനക്ക് വേദന എടുക്കുന്നത്? ഏട്ടത്തി നടുവിനും ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട്. നീ ഇവിടെ കമന്ന് കിടക്ക്, ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാം. ഉം. ഏട്ടത്തി വല്ലാതെ വേദനിക്കുന്നു. എവിടെയാ വേദനിക്കുന്നേന്ന് പറ. ഇവിടെയാണോ? ആ. ശരി, ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് തരാം. അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ മതി. ഉം.
ഏട്ടത്തി അവിടെ എന്തോ എനിക്ക് വല്ലാത്ത ഫീല് തോന്നുന്നു. റിയ, നീ വേണേ കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോ. അല്ല റിയ, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? നല്ല ചായ അമ്മ. റിയ, നിന്റെ ആ? ദേഹവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല കുറവുണ്ട് ഏട്ടത്തി. ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സുഖമുണ്ട്. അതെ, അത് പിന്നെ നാളത്തേക്ക് എനിക്ക് ഫുഡ് തന്നുവിടണ്ട. ഓഫീസിൽ പാർട്ടിയുണ്ട്. ഫുഡ് അവിടെ നിന്ന് കഴിച്ചോളാം ഞാൻ. ആ അമ്മേ, എങ്കി റിയക്കുള്ള ടിഫിൻ ഞാൻ ഉണ്ടാക്കാം. അമ്മ പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി മോളെ. ആ അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ മോളെ, വെള്ളം കുടിക്കാൻ വന്നതാ. ആ ഒരു മിനിറ്റ്, ഞാൻ വേണ്ട എടുത്തരാം. മോളെ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ആ ശരി അമ്മേ. പിന്നെ ഈ ഒരു ഗ്ലാസ് ആർക്കുള്ളതാ? റിയയ്ക്കുള്ളതാ? ആ അതെ അമ്മേ, റിയക്കുള്ളതാ. എന്നെ കണ്ടപ്പോ ഇവളുടെ മൂത്തെന്താ ഒരു പരിഭ്രമം. ആ മോനെ ഇറങ്ങിയോ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണായിരുന്നു. നീ ഒന്ന് ആക്കി തരൂ. അമ്മേ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ ആക്കി തരാലോ അമ്മേ. എന്നാ പോവാ. കേട്ടോ റിയ? അവളെ ഇപ്പൊ വിളിക്കണ്ട, അവള് വണ്ടി പിടിച്ചു വന്നോളും. നീ വാ. ശരി അമ്മേ. എന്തു പറ്റി? എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അത് മോനെ, അത് പിന്നെ നിന്റെ 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 ഭാര്യ ആ നിങ്ങൾ വന്നോ? ഞാൻ വേഗം ഭക്ഷണം എടുത്ത് വെക്കാം. പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ കഴിച്ചു. എങ്കിൽ അമ്മ വാ, നമുക്ക് കഴിക്കാം. റിയ പോയി ഏട്ടത്തി ഹെൽപ്പ് ചെയ്യ്. ഏയ് വേണ്ടമ്മേ, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം.
അമ്മേ ഞാൻ റിയയ്ക്ക് പാല് കൊടുത്തിട്ട് വരാവേ. ചേട്ടാ ചേട്ടാ ഇന്ന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. എന്താ ഇത്? റിയ റിയ മോളെ നിക്ക്. റിയ മോളെ മോളെ നീ കരയണ്ട, കരയാതിരിക്കെ. എടി നീ നീ ഇതെന്തൊക്കെയാ കാണിച്ചേ? ഈ വീടിന്റെ മാനം, ഇവിടുത്തെ ബന്ധങ്ങള് എല്ലാം എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? സ്വന്തം നാത്തൂനൊപ്പം. ഛേ, എനിക്ക് പറയാൻ പോലും അറപ്പാവുന്നു. ഏട്ടത്തി ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലല്ലേ കണ്ടത്. എന്നിട്ട് ഏട്ടത്തി എന്നോട് ഇങ്ങനെ. നിന്റെ വിശ്വാസം തകർത്ത് കളഞ്ഞില്ലേ? നമ്മുടെ ഈ ബന്ധത്തിന്റെ പവിത്രത നീ കളഞ്ഞു കുളിച്ചില്ലേ? നീ എന്ത് വൃത്തിയാണ് കാണിച്ചത്? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? ഇവളോട് ചോദിച്ചിട്ട് എന്തിനാ മോനെ? നമ്മൾ ഏതൊക്കെയോ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാ ഇവളെ നമുക്ക് മരുമോളായിട്ട് കിട്ടിയത്. അമ്മ എന്താ പറഞ്ഞേ? പാപത്തിന്റെ ഫലോ? എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് ഞാൻ സമ്മതിച്ചു. വെറും തെറ്റല്ല, വലിയൊരു തെറ്റാ. പക്ഷെ ഞാൻ ആ തെറ്റ് ചെയ്തതില് നിങ്ങളുടെ മോനും കൂടെ ഒരു പങ്കുണ്ട്. അമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിനിടയിൽ ഇങ്ങനെ അവസാനമായിട്ട് എന്നെ തൊട്ടത് എപ്പോഴാന്നൊന്ന് ചോദിച്ചേ. എനിക്കതിന് അവകാശമില്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മിണ്ടരുത്, അവള് പറയട്ടെ. നിങ്ങൾക്ക് ഈ ബന്ധം വെറും ഒരു പേരിന് വേണ്ടി മാത്രം. എത്രയോ രാത്രികൾ ഞാൻ വെറുതെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ട സുഖം നിങ്ങൾ ഒരിക്കലും എനിക്ക് തന്നിട്ടില്ല. എനിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ പോലും അറിയാതെ ഞാൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇവളോട് ഇഷ്ടം തോന്നി തുടങ്ങി. ഞാനിവളെ കാണുമ്പോഴൊക്കെ, ഞാനിവളെ തൊടുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് എന്തോ ഒന്ന് ഉണർന്നു. എനിക്കിവളെ വേണമെന്ന് തോന്നി. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ, പിന്നെ നിങ്ങളും. എനിക്ക് മനസ്സിലായി. ആഞ്ചിയത്തെ തെറ്റിന് ഞാനും കാരണക്കാരനാ. അതേ നീലം, ഒരു ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് എനിക്ക് തരാൻ പറ്റിയില്ല. തന്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാനൊരു തെറ്റുകാരനാ. അതെനിക്കിപ്പോ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഭർത്താവിന്റെ കടമ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. തനിക്ക് പറ്റുമെങ്കിൽ താൻ എന്നോട് ക്ഷമിക്കണം. മോനെ, ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നീ ഒരു ഉത്തരവാദിയാ. അവൾ ഇത്രയും കാലം ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു ഭാര്യയ്ക്ക് വേണ്ട നീ കൊടുത്തിരുന്നെങ്കിൽ, അവളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റിയിരുന്നെങ്കിൽ അവൾ ഇത്ര അധപ്പതിക്കില്ലായിരുന്നു. Oh